തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട് പ്രതിഷേധം ഉയർന്നുവരുന്നത്. അവിടെ സിപിഎം പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന ആരോപണത്തിന് പിന്നാലെയാണ് അവിടെ സിപിഎമ്മിന്റെ പ്രതിഷേധ റാലി നടന്നുവരുന്നത്. സിപിഎമ്മിന്റെ ആയിരക്കണക്കിന് പ്രവർത്തകർ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് പ്രതിഷേധ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് ഈ വാഹനത്തിന് പിറകിൽ കടന്നു വരികയാണ്. ഞങ്ങളെ ആക്രമിച്ചാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല. ഇതൊരു താക്കീതാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇതൊരു താക്കീതാണ്. സിപിഎമ്മിനെ ആക്രമിച്ചാൽ സിപിഎമ്മിന്റെ ഉരുക്കുകോട്ടയാണ് പാലക്കാട്. അതിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിനെതിരെ കല്ലെറിഞ്ഞാൽ കയ്യും പോലീസ് നടത്തിയ ആക്രമണത്തിന്റെ തേർവാഴ്ചയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സിപിഐഎമ്മിന്റെ പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധിച്ചുകൊണ്ട് പാലക്കാട് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ UDF ആഹ്ലാദ പ്രകടനത്തിന് പിന്നാലെയാണ് സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത്. UDF പ്രവർത്തകരുടെ പ്രകടനത്തിന് നേരെ സിപിഎം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് അതിക്രമം ഉണ്ടാവുകയായിരുന്നു. അതിന് പിന്നാലെയാണ് സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ സംഘടിച്ച പ്രവർത്തകർ അവിടെ കുപ്പിയെറിയുകയും അതിന് പിന്നാലെ പോലീസ് ഇടപെടുകയും ഒക്കെ ചെയ്തത്. ജില്ലാ കമ്മിറ്റി ഓഫീസിനുള്ളിലേക്ക് കയറി പോലീസ് പ്രവർത്തകരെ തല്ലുകയൊക്കെ ചെയ്തിരുന്നു. അതിലാണ് ഇപ്പോൾ സിപിഎമ്മിന്റെ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ നൽകാനായി സാജിദുണ്ട്. സാജിദ്, ഇന്നലെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണോ ഇപ്പോൾ സിപിഎം പ്രവർത്തകർ തെരുവിലിറങ്ങിയിരിക്കുന്നത്? ദിവ്യ, തീർച്ചയായും ഇന്നലെ ഈ തെരഞ്ഞെടുപ്പ് വന്ന ഈ മണിക്കൂറുകൾ ആകുന്നതിന് മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. രമേശ് പിഷാരടിയുടെ ആഹ്ലാദ പ്രകടനത്തിനിടെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുൻപിൽ വെച്ച് UDF പ്രവർത്തകർ പടക്കം പൊട്ടിക്കുന്നു. പിന്നീട് ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കുപ്പിയും കല്ലും വലിച്ചെറിയുന്നു. ഈ സിപിഎം ഓഫീസിലേക്ക് പോലീസ് കയറുകയും നിരവധി ഡിവൈഎസ്ഐ SFI പ്രവർത്തകർക്ക് ഈ അടിയിൽ പരിക്കേൽക്കുകയും ചെയ്തു. ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് മുഖ്യമന്ത്രി രാജിവെക്കും മുൻപാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാലക്കാട് നഗരത്തിലൂടെ സിപിഎം നേതാക്കൾ പ്രകടനം നടത്തുന്നത്. ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കളാണ് ഈ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കുന്നത്. ഇനി ഈ വലിയ പ്രതിഷേധങ്ങളുടെയും സമരങ്ങളുടെയും കാലമായിരിക്കും എന്നതിൽ സംശയമില്ല. എന്തായാലും അതിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു പ്രതിഷേധ പ്രകടനം, കേരളത്തിൽ തന്നെ ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു പ്രതിഷേധ പ്രകടനമായിരിക്കും ഇപ്പോൾ പാലക്കാട് നടക്കുന്നത്. സർക്കാർ മുൻപ് വരുന്നതിന് മുൻപ് തന്നെ പോലീസിനെതിരെയുള്ള പ്രതിഷേധ പ്രകടനമാണ് പാലക്കാട് നടക്കുന്നത്. യെസ്, അതാണ് ഭരണമാറ്റത്തിന് പിന്നാലെയുള്ള സിപിഎമ്മിന്റെ ആദ്യ പ്രതിഷേധം. തെരുവിലിറങ്ങി തുടങ്ങിയിരിക്കുകയാണ് സിപിഎം പ്രവർത്തകർ. ഇന്നലെ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി SFI DYFI പ്രവർത്തകരെ പോലീസ് ആക്രമിച്ചിരുന്നു. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിപിഎമ്മിന്റെ പ്രതിഷേധം പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്നത്.